തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ നെട്ടേ മലമുകൾ പ്രദേശം ഇപ്പോൾ ഒരു യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷത്തിലാണ്. CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ തെരുവ് യുദ്ധം കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം കേരളത്തിലെ ഗ്രാമീണ നഗര അതിർത്തികളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. പോലീസുകാർക്ക് നേരെ നടന്ന ആക്രമണം, തുടർന്നുണ്ടായ ലാത്തി ചാർജും പ്രദേശത്തെ സാധാരണക്കാരുടെ സമാധാന ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഏതൊരു വലിയ സംഘർഷത്തിനും പിന്നിൽ പലപ്പോഴും നിസ്സാരമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു കാരണമുണ്ടാകും. വട്ടിയൂർക്കാവ് സംഭവത്തിൽ അതൊരു സ്ത്രീക്കെതിരെ നടന്ന അതിക്രമവും അതിനോടുള്ള പോലീസിന്റെ നിസ്സംഗതയുമാണെന്ന് ആരോപിക്കപ്പെടുന്നു. ഒരു BJP നേതാവിന്റെ ഭാര്യയെ അസഭ്യം പറയുകയും നഗ്നത പ്രദർശനം നടത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ സംഭവത്തിൽ കുടുംബം പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും പ്രതികൾക്കെതിരെ ഉടനടി നടപടിയെടുക്കാത്തത് BJP പ്രവർത്തകരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. ഇന്നലെ ഉച്ചയോടെ ഈ വിഷയത്തിൽ CPM പ്രവർത്തകർ ഇടപെടുകയും BJP നേതാവിനെ വഴിയിൽ തടയുകയും ചെയ്തതോടെ തർക്കം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. വൈകുന്നേരമായപ്പോഴേക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മലമുകളിൽ തടിച്ചുകൂടിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. വർഷങ്ങളായി രാഷ്ട്രീയ വൈരാഗ്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ ഈ തർക്കം ഇരു പാർട്ടികളും തമ്മിലുള്ള ബലപരീക്ഷണത്തിനുള്ള വേദിയായി മാറി. സംഘർഷം ആരംഭിച്ച ഉടൻ തന്നെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് കല്ലേറ് തുടങ്ങിയതോടെ ഇടയിൽ പെട്ടുപോയത് നിയമപാലകരാണ്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ CPO ദീപുവിന് കല്ലേറിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് പോലീസിനെ പ്രതിരോധത്തിലാക്കി. ദീപുവിനെ കൂടാതെ 4 പോലീസുകാർക്ക് കൂടി പരിക്കേറ്റതോടെയാണ് ലാത്തി വീശാൻ പോലീസ് നിർബന്ധിതരായത്. പോലീസിനെ ആക്രമിക്കുന്നത് ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയായാണ് കാണുന്നതും. ഈ സാഹചര്യത്തിൽ കണ്ടാൽ അറിയാവുന്ന നിരവധി പേർക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത നടപടിയിൽ സേനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. BJP വട്ടിയൂർക്കാവ് മണ്ഡലം കമ്മിറ്റി പോലീസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. പോലീസ് CPMന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയവരെ സംരക്ഷിക്കുന്നുവെന്നുമാണ് അവരുടെ പ്രധാന പരാതി. ഇതിന്റെ ഭാഗമായി രാത്രി വൈകിയും പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് സംഘർഷാവസ്ഥയുടെ ആക്കം കൂട്ടി. BJP ഉയർത്തുന്ന മറ്റൊരു പ്രധാന ആരോപണം രാഷ്ട്രീയ വേട്ടയാടലാണ്. അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ BJPയുമായി സഹകരിക്കുകയും പാർട്ടിക്കായി വോട്ട് ചെയ്യുകയും ചെയ്ത 8 കുടുംബങ്ങളെ CPM ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും അവരെ പ്രദേശത്തു നിന്നും പുറത്താക്കാനുള്ള നീക്കമാണ് മലമുകളിൽ നടക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. ഒരു കോൺഗ്രസ് അനുഭാവിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ CPM എന്തിന് ഇടപെട്ടു എന്ന ചോദ്യവും BJP ഉയർത്തുന്നു. അതേസമയം CPM ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ BJP ബോധപൂർവം ശ്രമിക്കുകയാണെന്നും വ്യക്തിപരമായ തർക്കങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. നെട്ടേ മലമുകൾ എന്ന പ്രദേശം അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ പോലീസിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇടുങ്ങിയ റോഡുകളും വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ ഈ പ്രദേശത്ത് പോലീസ് വാഹനങ്ങൾക്ക് വേഗത്തിൽ എത്തുക എന്നത് പ്രായോഗികമല്ല. ഇത് അക്രമികൾക്ക് കല്ലേറിനും പിന്നീട് ഒളിവിൽ പോകാനും എളുപ്പമാക്കുന്നു. നിലവിൽ വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ 100ഓളം പോലീസുകാരെയാണ് മലമുകളിൽ വിന്യസിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾ കുറവുള്ള ഭാഗങ്ങളിൽ അക്രമികൾ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ ഡ്രോൺ നിരീക്ഷണവും CCTV പരിശോധനയും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീടുകൾ കയറിയുള്ള പരിശോധനയ്ക്ക് പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. സംഘർഷം വട്ടിയൂർക്കാവിന് പുറത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ സൈബർ സെല്ല് കർശന നിരീക്ഷണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി വർഗീയമോ രാഷ്ട്രീയമോ ആയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. മലമുകളിൽ ഇതര വിഭാഗക്കാർ ആക്രമിക്കപ്പെടുന്നുവെന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇത്തരം സന്ദേശങ്ങൾ നിർമ്മിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ IT നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അടിച്ചമർത്തൽ കൊണ്ട് മാത്രം വട്ടിയൂർക്കാവിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്ന് അധികൃതർക്ക് ബോധ്യമുണ്ട്. വരും ദിവസങ്ങളിൽ ജില്ലാ കളക്ടറുടെയോ RDOയുടെയോ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം വിളിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇരുവിഭാഗം തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നു. BJP നേതാവിന്റെ ഭാര്യയ്ക്ക് നേരെ അതിക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. മറുവശത്ത് BJP പുറത്തുനിന്നുള്ള ഗുണ്ടകളെ ഇറക്കി പ്രദേശത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് CPMും ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്ന വൈകാരികമായ സമ്മർദ്ദം ഇത്തരം സംഘർഷങ്ങൾക്ക് വളമാകാറുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനവും രാഷ്ട്രീയ മാറ്റങ്ങളും ഇരു പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇത്തരം ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നത്. വട്ടിയൂർക്കാവിലുണ്ടായ സംഘർഷം വെറും ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചന കൂടിയാണ്. ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം ഉറപ്പാക്കാൻ പോലീസിന് കൂടുതൽ നിഷ്പക്ഷമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. വ്യക്തിപരമായ തർക്കങ്ങളിൽ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ചേർത്ത് വെച്ച്
തെരുവിലിറങ്ങുന്ന പ്രവണത ജനങ്ങൾ തന്നെ തിരിച്ചറിയണം. മലമുകൾ ഭാഗത്ത് ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആത്മസംയമനം പാലിക്കുകയും നിയമപരമായ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവുകയും വേണം. വരും ദിവസങ്ങളിൽ പോലീസിന്റെ പെട്രോളിംഗും ജാഗ്രതയും വട്ടിയൂർക്കാവിനെ സാധാരണ നിലയിലേക്ക് തിരികെ എത്തിക്കുമെന്നും പ്രതീക്ഷിക്കാം.